ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പിലെ റിലയൻസ് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര, റിലയൻസ് ഹോം ഫിനാൻസ്, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്നീ സ്റ്റോക്കുകളാണ് പ്രധാനമായും അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പിൽ വരുന്നത്. അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പിലെ റിലയൻസ് സ്റ്റോക്കുകളിലും പ്രത്യേകിച്ചും അപ്പർ ലോവർ സർക്യൂട്ടിൽ ഫ്രീക്വൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പെന്നി സ്റ്റോക്കുകളിലും ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടാറില്ല. ഈവൻ ചാനൽ മെമ്പേഴ്സിൽ പോലും ഈ സ്റ്റോക്കുകളിൽ എത്ര വലിയ ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടാൽ പോലും ഈ സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യാറുമില്ല. പോർട്ട്ഫോളിയോ അലോക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിവ്യൂവിൻ്റെ സമയത്തു കൂടിയും ഓരോ പോർട്ട്ഫോളിയോയിലും 2% കൂടുതൽ പെന്നി സ്റ്റോക്ക് വെയിറ്റേജ് വരല് എന്ന് നിർബന്ധം അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫ്രീക്വൻ്റ്ലി ചാനൽ മെമ്പേഴ്സിൻ്റെ കമൻറ്റ്, അതായത് റിലയൻസ് പവർ പോലുള്ള സ്റ്റോക്കുകളെ കവർ ചെയ്യണമെന്നുള്ളൊരു കമൻറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ടേക്കപ്പ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു സൗജന്യ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ആലിസ് ബ്ലൂ എന്ന ഡിസ്കൗണ്ട് ബ്രോക്കറുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. സീറോ ബ്രോക്കേജ് ഡെലിവറി ഉറപ്പാക്കാവുന്ന ആലിസ് ബ്ലൂവിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ ഉപയോഗിച്ച് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി വളരെ പെട്ടെന്ന് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. റിലയൻസ് പവർ എന്ന സ്റ്റോക്കിലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അബ്സല്യൂട്ട് റിട്ടേൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ സ്റ്റോക്കിൽ 1 മന്തിൽ ഏകദേശം 93% റിട്ടേൺ നമ്മൾക്ക് കാണാൻ സാധിച്ചു. 3 മന്തിൽ 225% റിട്ടേണും, 6 മന്തിൽ 324% റിട്ടേണും, 1 ഇയറിൽ 286% റിട്ടേണുമാണ് കാണാൻ സാധിച്ചത്. ഇത്രയും വലിയ ഒരു റിട്ടേണിന് ശേഷം ഈ സ്റ്റോക്കിൽ ലാസ്റ്റ് 1 വീക്കിൽ ഒരു കറക്ഷൻ കാണാൻ സാധിച്ചു. അതായത് ഏകദേശം 6% കറക്ഷനാണ് ലാസ്റ്റ് 1 വീക്കിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഈ സ്റ്റോക്കുകളുടെ ലോങ് ടൈം പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 3 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ -55% റിട്ടേൺ, 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ -69%, 10 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ -86%, അതായത് ഏകദേശം 86%-ഓളം ഇൻവെസ്റ്റിംഗ് എമൗണ്ടിനെ വാനിഷ് ചെയ്ത ഒരു സ്റ്റോക്കാണ് റിലയൻസ് പവർ എന്ന സ്റ്റോക്ക്. റിലയൻസ് ഗ്രൂപ്പിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള 2 സ്റ്റോക്കുകളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്ന് റിലയൻസ് ഇൻഫ്രയും അതുപോലെ തന്നെ രണ്ടാമത്തത് റിലയൻസ് പവറുമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ബുൾ റണ്ണിൽ റിലയൻസ് അതായത് അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പിലെ എല്ലാ റിലയൻസ് സ്റ്റോക്കുകളും നല്ല രീതിയിൽ റൺ ചെയ്തതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം. ഓരോ സ്റ്റോക്കുകളുടെയും റിട്ടേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഫ്ര 1 ഇയറിൽ ഏകദേശം 340% റിട്ടേൺ ആണ് തന്നത്. റിലയൻസ് നേവൽ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 186% റിട്ടേൺ കാണാൻ സാധിക്കും. റിലയൻസ് ഹോം ഫിനാൻസ് നോക്കുകയാണെങ്കിൽ അവിടെ 177% റിട്ടേൺ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ ഈ 2 സ്റ്റോക്കുകൾ പ്രത്യേകിച്ചും റിലയൻസ് ഇൻഫ്രയും റിലയൻസ് പവറും ഇത് മറ്റ് റിലയൻസ് സ്റ്റോക്കുകളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നെനിക്ക് തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റോക്കുകളുടെ ആനുവൽ പെർഫോമൻസ് അനാലിസിസ് തന്നെയാണ്. അതായത് റിലയൻസ് പവറിൻ്റെ ആനുവൽ പെർഫോമൻസ് അനാലിസിസിൻ്റെ ഭാഗമായി കമ്പനിയുടെ നെറ്റ് സെയിൽസ് നോക്കുകയാണെങ്കിൽ 2020 മാർച്ച് മാസത്തിൽ 7,562 കോടി രൂപയുടെ നെറ്റ് സെയിൽസ് ആയിരുന്നു നമ്മൾക്ക് റിലയൻസ് പവറിൽ കാണാൻ സാധിച്ചത്. അതിപ്പോൾ വർദ്ധിച്ച് 7,394 കോടി രൂപയായി മാറിയിട്ടുണ്ട്. അതായത് നെറ്റ് സെയിൽസിൽ നമ്മൾക്ക് ഇയർ ഓൺ ഇയറിൽ 4.9% ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ 18% ഗ്രോത്തും ഇൻട്രസ്റ്റിൽ -16% ഡിക്ലൈനും കാണാൻ സാധിക്കും. കൂടാതെ എക്സെപ്ഷണൽ ഐറ്റത്തിൽ നമ്മൾക്ക് 100% ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഡിഫറൻസ് കാണാൻ സാധിക്കുന്നത് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിലാണ്. അതായത് 2020 മാർച്ചിൽ ഈ കമ്പനിയുടെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിന് പകരം ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഏകദേശം 4,076 കോടി രൂപയുടെ ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇപ്പോൾ കമ്പനി ഏകദേശം 228 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 39%-ൽ നിന്നും 45%-ലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ 5% വർധനവാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റ്, ഇത് 2 ക്വാർട്ടറുകളുടെ കമ്പാരിസൺ അല്ല, പകരം എൻ്റയർ 2 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പാരിസണാണ്. അതായത് 2020 മാർച്ച് മാസത്തിന് ശേഷം ഈ ആനുവൽ പെർഫോമൻസ് അനാലിസിസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു കാര്യം വ്യക്തമാകും, റിലയൻസ് പവർ എന്ന സ്റ്റോക്ക് ഒരു ടേൺ അറൗണ്ടിൻ്റെ പാതയിലാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബോറോവിങ്സ് നോക്കുകയാണെങ്കിൽ 2.3% ഇയർ ഓൺ ഇയറിൽ റെഡ്യൂസ് ആയിട്ടുണ്ട്. ലോങ് ടൈം ലയബിലിറ്റി നോക്കുകയാണെങ്കിൽ 3.7% ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് നോക്കുകയാണെങ്കിൽ 5% വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറണ്ട് അസറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ 18% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്.
കറണ്ട് അസറ്റ്സിലുണ്ടായ ഡിക്ലൈൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കമ്പനിക്ക് അതിൻ്റെ മുകളിലുള്ള ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഫ്രീക്വൻഷ്യലി പ്രിഫറൻഷ്യൽ ഇഷ്യൂവും അതുപോലെ തന്നെ കൺവെർട്ടബിൾ വാറണ്ട് അല്ലെങ്കിൽ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി നല്ല രീതിയിലുള്ള ഒരു ഫണ്ട് റൈസിംഗ് നടക്കുന്നുണ്ട്. 14 ജൂൺ 2021 ഫണ്ട് റൈസിംഗ് ആക്ടിവിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1325 കോടി രൂപയുടെ ഫണ്ട് റൈസിങ്ങിനാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകിയത്. ഇതിനർത്ഥം റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര എന്നീ 2 സ്റ്റോക്കുകൾ എൻ്റയർ റിലയൻസ് ഗ്രൂപ്പിലെ മറ്റ് സ്റ്റോക്കുകളിൽ നിന്നും അല്പം വിഭിന്നമാണ്. ഇവിടെ നമ്മൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഹോപ്പ് അല്ലെങ്കിൽ ടേൺ അറൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ടേൺ അറൗണ്ട് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഈ ടേൺ അറൗണ്ട് ചാർട്ട് പാറ്റേണിൽ കണ്ടതിന് ശേഷം ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിലേക്ക് അട്രാക്റ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സുമെല്ലാം ഈ സ്റ്റോക്കിലേക്ക് വൻ രീതിയിൽ അട്രാക്റ്റ് ആയി എന്നുള്ള കാര്യം നമ്മൾക്ക് കാണാൻ സാധിക്കും. റിലയൻസ് പവർ എന്ന സ്റ്റോക്കിൻ്റെ ടേൺ അറൗണ്ട് സ്റ്റോറി നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ മന്ത്ലി ചാർട്ട് അനാലിസിസിൽ നിന്നും വ്യക്തമായി വായിച്ചെടുക്കാവുന്നതാണ്. 2018 50 രൂപയുടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് 2019 ആയപ്പോൾ 30 രൂപ എന്ന ലെവലിലേക്ക് എത്തി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കമ്പനിക്ക് മുകളിലുള്ള ഹെവി ഡെപ്റ്റും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് ഈ കമ്പനിയുടെ ഒരുപാട് ഷെയറുകൾ പ്ലഡ്ജിൽ വെച്ചതുകൊണ്ടാണ്. അതിനുശേഷം 2020 മാർച്ച് മാസത്തിലെ പാൻഡമിക് കറക്ഷനിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് 1 രൂപ എന്ന ലെവലിലേക്ക് എത്തുകയും 2021 മാർച്ച് മാസം വരെ ഈ സ്റ്റോക്ക് 5 രൂപ എന്ന ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്തു. 2021 മെയ് മാസം മുതൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു റാലി വന്നു. അതായത് 5 രൂപ എന്ന റേഞ്ചിൽ നിന്നും സ്റ്റോക്കിൻ്റെ പ്രൈസ് 2021 ജൂൺ മിഡോടുകൂടി 17 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തി. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് കഴിഞ്ഞ 1.5 മാസം കൊണ്ട് 3.5 ഇരട്ടി റിട്ടേൺ ആണ് സ്റ്റോക്ക് തന്നത്. ഇനി സ്റ്റോക്കിൻ്റെ ഡെയിലി ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ജൂൺ മാസത്തെ ക്യാൻഡിൽ പാറ്റേണുകളിൽ മോസ്റ്റ് ക്യാൻഡിൽ പാറ്റേണും അപ്പർ സർക്യൂട്ട് ക്യാൻഡിൽ പാറ്റേണുകൾ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് അപ്പർ സൈഡിൽ ട്രേഡ് നൽകുന്ന രീതിയിലുള്ള ചില അപ്പർ ബ്ലോക്ക് വിൻഡോകളും കാണാൻ സാധിച്ചു. ഇത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ഈ സ്റ്റോക്കിലേക്ക് ആകർഷിക്കുകയും അതായത് ഹയർ ലെവൽസിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ സ്റ്റോക്ക് 17 രൂപ 50 പൈസ എന്ന ലെവലിലേക്ക് എത്തുകയും അവിടെ നിന്നും ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ളൊരു കറക്ഷൻ കാണാൻ സാധിച്ചു. കഴിഞ്ഞ 3 ദിവസമായി ഈ സ്റ്റോക്കിൽ ലോവർ സർക്യൂട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ 1 മാസം കൊണ്ട് സ്റ്റോക്ക് നേടിത്തന്ന റിട്ടേൺ, അതായത് ഹയർ ലെവൽസിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അവരുടെ റിട്ടേൺ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നിട്ടും ഈ സ്റ്റോക്കിൽ നിന്ന് നമ്മൾക്ക് എക്സിറ്റ് ആകാനും പറ്റില്ല, കാരണം സ്റ്റോക്ക് ലോവർ സർക്യൂട്ടിലാണ്. ഇത് തന്നെയാണ് പെന്നി സ്റ്റോക്ക്, പ്രത്യേകിച്ചും അപ്പർ ലോവർ സർക്യൂട്ടിൽ മൂവ് ചെയ്യുന്ന പെന്നി സ്റ്റോക്കുകൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഒരു പ്രോപ്പർ എക്സിറ്റ് മെക്കാനിസം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി സ്റ്റോക്കിലെ റാലിക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണമായി കാണാൻ സാധിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഇയർ ടു ഇയർ, അതായത് ഫിനാൻഷ്യൽ ഇയർ ടു ഫിനാൻഷ്യൽ ഇയർ പെർഫോമൻസിലെ ഇമ്പ്രൂവ്മെൻറ്റും അതോടൊപ്പം തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ അനാലിസിസ് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിലും കമ്പനിയുടെ പെർഫോമൻസ് വർദ്ധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്, കമ്പനി 1350 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്, 2021 മാർച്ച് മാസം കമ്പനി ഏകദേശം 3000 കോടി രൂപയുടെ ഡെപ്റ്റ് റീപേ ചെയ്തു. ഈ 3 ന്യൂസുകളാണ് റിലയൻസ് പവർ അസോസിയേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകളായിട്ട് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഈ 3 ന്യൂസിനും പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു റാലിയല്ല നമ്മൾക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതായത് വളരെ നോർമൽ ആയിട്ടുള്ള ഈ 3 ന്യൂസുകൾക്ക് പകരം സ്റ്റോക്കിൽ ഏകദേശം 3 ഇരട്ടിയോളം വരുന്ന ഒരു റാലിയാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഈ റാലി സ്റ്റോക്കിനെ 17 രൂപ 50 പൈസ എന്ന റേഞ്ചിൽ എത്തിയപ്പോൾ സ്റ്റോക്കിനെ RSI ഏകദേശം ഓവർ ബോട്ട് സോണിലേക്ക് എത്തുകയും അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഇനി സ്റ്റോക്കിലെ കറക്ഷൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, കറക്ഷൻ്റെ പിന്നിലെ കാരണങ്ങളെല്ലാം മാർക്കറ്റിലെ സ്പെക്കുലേഷൻസ് തന്നെയാണ്. ഒന്നാമത്തെ സ്പെക്കുലേഷനായിട്ട് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് പവർ സെക്ടറിലേക്ക് ഇറങ്ങുന്നു, പ്രത്യേകിച്ചും ഗ്രീൻ എനർജി സെക്ടറിലേക്ക് വരുന്നു. അപ്പോൾ റിലയൻസ് പവർ പോലുള്ള കമ്പനികൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ബിസിനസ് ലഭിക്കുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ കമ്പനിയുടെ പെർഫോമൻസ് ഡിം ആകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാരണമായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പിൻ്റെ മുകളിലുള്ള ഹെവി ഫിനാൻഷ്യൽ ബർഡൻ തന്നെയാണ്. അതായത് ഈ ഗ്രൂപ്പിൻ്റെ മറ്റൊരു സ്റ്റോക്കായ റിലയൻസ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ മുംബൈ ബേസ്ഡ് ഓദം ഗ്രൂപ്പ് അക്വിസിഷൻ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. അതിന് മുന്നോടിയായി റിലയൻസ് ഹൗസിംഗ് ഫിനാൻസ് ഇഷ്യൂ ചെയ്ത ഡെപ്റ്റ് ഡിബഞ്ചറുകൾ റീപേ ചെയ്യണമെന്ന് NCLTയുടെ ഒരു ഓർഡർ വന്നിരുന്നു. ഈ ഓർഡർ 19,000 കോടി രൂപയുടെ ഫിനാൻഷ്യൽ ഡെബിറ്റാണ് അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പിന് സമ്മാനിച്ചത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ സ്റ്റോക്കുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് റിലയൻസ് പവർ എന്ന സ്റ്റോക്കിൽ ലോവർ സർക്യൂട്ട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചില സ്പെക്കുലേഷൻസിൽ നിന്ന് മനസ്സിലാക്കാൻ കാണുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ റീസണായിട്ട് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റിലെ പമ്പ് ആൻഡ് ഡംപ് പോളിസി പ്രകാരമാണ് റിലയൻസ് പവർ എന്ന സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോവർ സർക്യൂട്ട് വരുന്നത് എന്നുള്ളതാണ്. അതായത്
അതായത് ഒരുപാട് ഹെവി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെ ചെറിയ എമൗണ്ടിൽ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിട്ടുണ്ട്. അവരെല്ലാം ഈ സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹയർ പ്രൈസിൽ എക്സിറ്റ് ആകും. ഈ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് ഇതിനും പോസിബിലിറ്റി കൂടുതലാണ്. ഈ റീസൺസ് ഒക്കെയാണ് ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോവർ സർക്യൂട്ട് വരുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങളായി പറയുന്നത്. ഇനി ഈ സ്റ്റോക്കിലെ പ്രധാനപ്പെട്ട സപ്പോർട്ട് പറയാം. അതായത് പെന്നി സ്റ്റോക്കിൽ ഒരിക്കലും നമ്മൾക്ക് ടെക്നിക്കൽ അനാലിസിസ് വഴി സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. പകരം RSI അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ 17 രൂപ 50 പൈസ എന്ന ലെവലിൽ RSI ഓവർ ബോട്ടായിരുന്നു. ഏകദേശം 95-നും മുകളിലായിരുന്നു RSI നമ്പർ. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ RSI കൂൾ ഓഫ് ആയിട്ടുണ്ട്. അതായത് ഈ സ്റ്റോക്ക് അതിൻ്റെ 20-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 13 രൂപ 50 പൈസയ്ക്കും 13 രൂപയ്ക്കും ഇടയിൽ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ നിന്നും ലോവർ സർക്യൂട്ട് പൂർണ്ണമായും മാറും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ, റിലയൻസ് പവർ എന്നീ സ്റ്റോക്കുകളിൽ റീസെൻ്റ്ലി വന്ന മൊമെൻറ്റത്തെക്കുറിച്ച് പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസികളുടെ ഒപ്പീനിയൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഫിൻഡോക്ക് എന്ന ബ്രോക്കേജിംഗ് ഏജൻസിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ നിതിൻ സാഹി പറയുന്നത് ഈ രണ്ട് കമ്പനികളുടെയും ഫണ്ടമെൻ്റൽസ് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ നിന്ന് മാറി നിൽക്കണമെന്നും ട്രേഡേഴ്സിന് മീഡിയം ടേമും ഷോർട്ട് ടേം ബെറ്റ്സും കൺസിഡർ ചെയ്യാം എന്നുമാണ് പറയുന്നത്. വെഞ്ചുറ സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് ഹെഡായ വിനീത് ബോളഞ്ചിയർ പറയുന്നത് ഈ രണ്ട് കമ്പനികളിലും ഹെവി പൊസിഷൻ എടുത്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂവിനെ സ്പെക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ ഒരു ബുൾ മാർക്കറ്റ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു റാലി വരുന്നതെന്നും വരും സമയങ്ങളിൽ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ട്രാപ്പ് ആകാനുള്ള സാധ്യതയുമാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. HDFC സെക്യൂരിറ്റീസ് എന്ന സ്റ്റോക്കിൻ്റെ റിസർച്ച് ഹെഡിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സ്റ്റോക്ക്, അതായത് ഈ രണ്ട് കമ്പനികളും ബാങ്കറപ്റ്റ് അല്ലെങ്കിൽ ഡിഫോൾട്ട് പ്രോബബിലിറ്റി ഉള്ള കമ്പനികൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് ലോൺ ഫെസിലിറ്റീസ് റീപേ ചെയ്യുന്നതിലും ഈ കമ്പനികൾ പിന്നോക്കമാണ്. എന്നിരുന്നാലും സ്റ്റോക്കിൽ റീസെൻ്റ്ലി റിക്കവറിയുടെ സൈൻ അല്ലെങ്കിൽ ട്രെൻഡ് അറൗണ്ടിൻ്റെ സൈൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ HDFC സെക്യൂരിറ്റീസ് എന്ന കമ്പനി ആൾറെഡി ഈ പൊസിഷൻ അല്ലെങ്കിൽ റിലയൻസ് പവർ എന്ന കമ്പനിയിൽ നല്ലൊരു പൊസിഷൻ എടുത്തിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണലിൻ്റെ ഷെയർ ഹോൾഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ HDFC സെക്യൂരിറ്റീസിന് ഒരു കാലത്ത് 9% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായത്. ഗ്രാജുവലി അവർ ഈ സ്റ്റേക്ക് ഹോൾഡിംഗ് എല്ലാം കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ 2%-ലും താഴെയാണ്. അതായത് നമ്മൾക്കൊരിക്കലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കൊരിക്കലും ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾക്കറിയില്ല HDFC സെക്യൂരിറ്റീസ് ഈ റിലയൻസ് പവർ എന്ന കമ്പനിയിൽ എത്ര രൂപയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ഏത് പ്രൈസിലാണ് ഷെയർ വാങ്ങിയതെന്ന്. അതുകൊണ്ട് നമ്മൾക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഒരിക്കലും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാൻ സാധിക്കുകയില്ല. സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് കാണുന്നത് സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ തന്നെയാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ടോട്ടൽ ഷെയർ നോക്കുകയാണെങ്കിൽ 15% സ്റ്റേക്ക് ഹോൾഡിംഗ് മാത്രമേ ഉള്ളൂ. അതായത് 84% ഷെയറുകളും ഫ്രീ ആണ്. ഈ ഫ്രീ ആയിട്ടുള്ള ഷെയറുകളിൽ വളരെ പെട്ടെന്ന് പമ്പ് ആൻഡ് ഡംപ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും കാണുന്നത്. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 9% ഷെയർ ഹോൾഡിംഗിൽ 17% ഷെയർ ഹോൾഡിംഗ് പ്ലെഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവ് സിഗ്നേച്ചർ ഇയർ ഓൺ ഇയറിൽ പ്രൊമോട്ടേഴ്സിൻ്റെ പ്ലെഡ്ജ് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. 61-ൽ നിന്നും കമ്പനി 17.91%-ലേക്ക് അവരുടെ പ്ലെഡ്ജ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ഈ സ്റ്റോക്കിൽ നിന്നും ഗ്രാജുവലി എക്സിറ്റ് ആകുന്നു. അതിനനുസരിച്ച് പബ്ലിക് ഈ സ്റ്റോക്കിലേക്ക് ഗ്രാജുവലി എൻട്രി ആകുന്നു എന്നുള്ളതും ഈ സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റിസ്ക് തന്നെയാണ്. അതായത് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 84%. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽസിൻ്റെ ഷെയർ ഹോൾഡിംഗ് 1.62%-ൽ നിന്നും 2.15%-ലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു തരത്തിലുള്ള ട്രാപ്പ് തന്നെയാണ്. അതായത് ഈ സ്റ്റോക്കിൻ്റെ ഹയർ പ്രൈസിൽ എൻട്രി എടുത്ത പബ്ലിക് ഈ സ്റ്റോക്കിൽ ആവറേജ് ചെയ്യാൻ ശ്രമിക്കുകയും ആവറേജ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഈ ഷെയറിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് വർദ്ധിക്കുന്നത്. ഇത് തന്നെയാണ് ഈ സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്കും. ഇനി ആൾറെഡി ഈ സ്റ്റോക്കിൽ ലോങ് ടൈം പൊസിഷൻ എടുത്തവർ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കാം. അതായത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ, അതായത് ടേൺ അറൗണ്ട് സ്റ്റോറി സംഭവിക്കും എന്ന് നമ്മൾക്ക് തോന്നുന്ന സ്റ്റോക്കുകൾ, പക്ഷേ ടേൺ അറൗണ്ട് സ്റ്റോറിയെക്കുറിച്ച് ആക്ച്വൽ ഒരു കൺഫർമേഷൻ നമ്മൾക്ക് കിട്ടുമ്പോൾ ഏകദേശം ഒരു വർഷത്തോളമുള്ള സമയം പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഈ തുക നഷ്ടമായാലും നമ്മളുടെ എൻ്റയർ ട്രേഡിങ്ങിനെ ഹാമ്പർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ കമ്പനികളിൽ ഏറ്റവും അനുയോജ്യം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.